ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് കടല വെച്ചിട്ട് അടിപൊളി റെസിപ്പി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ കടായി ചിക്കൻ വെക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇതുവരെ ആരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് കാണില്ല. അപ്പോൾ ഈ രീതിയിൽ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും കടലയ്ക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇതിന് മുന്നേ ഒരു ചിക്കൻ കടായി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റിലാണ് ഈ ഒരു കടല കടായി ഞാനിവിടെ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. അത് ഓവർനൈറ്റ് കുതിർക്കാൻ വെച്ചതായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാനിതൊരു കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നത്, ഉപ്പ് മാത്രം ചേർക്കും. ഉപ്പും വെള്ളവും ചേർത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ചേർത്തിട്ട് നമുക്ക് ഒരു 3-4 വിസിൽ വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഓരോ കുക്കറിൻ്റെ ഒക്കെ പ്രഷറിനനുസരിച്ചിരിക്കും ഇത് വേവുന്ന അളവ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 വിസിൽ വരുന്ന വരെയാണത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് ഊറ്റിക്കളഞ്ഞാൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഇത് നമ്മൾ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു കടായി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. അപ്പോൾ ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റേതാണെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ ചേർത്താൽ മതി, എരിവ് കൂടി പോവേണ്ട. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ കടയിലേൽ ഓൾറെഡി ഉപ്പ് ഇട്ടതാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരു തിക്കായിട്ടുള്ള ഒരു മസാല ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇനി നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക കേട്ടോ. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട, അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കൊന്നും വേണ്ട. അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉടനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ആ ഉപ്പൊക്കെ ആദ്യം തന്നെ അതിലുള്ളതുകൊണ്ട് തന്നെ ഇത് ആദ്യം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് അതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട്, കൂടുതൽ സമയം വെക്കൊന്നും വേണ്ട. അതിൻ്റെ ആ പുറം ഭാഗമൊക്കെ ഒന്ന് ക്രിസ്പി ആകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് എടുക്കാം. എന്താ വെച്ചാൽ ആദ്യം ഓൾറെഡി വെന്തിട്ടുള്ള കടലയാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഇതിലിട്ട് കിടക്കുകയൊന്നും വേണ്ട. പെട്ടെന്ന് നമുക്കിത് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത് ആയതിനു ശേഷം നമുക്കിങ്ങനെ കോരിയെടുക്കാം. ഒരു പേപ്പറിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓയിലിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വെളിച്ചെണ്ണയിലും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെളിച്ചെണ്ണ തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ വഴറ്റുന്ന സമയത്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഓയിലാണ് ആദ്യം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഓയിലെല്ലാം സവാള വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നമ്മൾ മുന്നേ ചിക്കൻ കടായി ഉണ്ടാക്കിയിരുന്ന അതേ സെയിം മെത്തേഡിൽ തന്നെ ഒരു മസാല പൗഡർ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ പീസ് പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ, ഒരു 1.5 ടീസ്പൂണ് ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വലിയ ജീരകമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരില്ല, ഇതിൽ നിന്ന് കുറച്ച് മതിയാവും. പക്ഷേ നമ്മളിത് പൊടിച്ചെടുക്കുന്ന സമയത്ത് എല്ലാം കൂടി ഇട്ടിട്ട് പൊടിക്കാൻ കഴിയില്ലല്ലോ, അല്ല കുറച്ചാകുമ്പോൾ പൊടിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് അധികം എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് 1 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂണൊക്കെ മതിയാവും, നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു മസാല പൗഡറാണ് ഈ ഒരു കടായിയെ സ്പെഷ്യലാക്കുന്നത്. അത് പൊടിച്ചിട്ട് അവിടെ മാറ്റി വെക്കുക. ഇനി വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേത് വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. പക്ഷേ ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കരുത്. ഇത് നമുക്ക് ബിരിയാണിയിലൊക്കെ നമ്മളിങ്ങനെ മൊരിച്ചിട്ട് മേലെ ഇടൂലേ, ഉള്ളി ഇങ്ങനെ സവാള മേലെ ഇങ്ങനെ ഡെക്കറേഷന് വേണ്ടിയിട്ടൊക്കെ ഇടൂല, ആ രീതിയിൽ നമുക്കിതൊന്ന് മൊരിയിപ്പിച്ചെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്താൽ അങ്ങനെ മൊരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഉപ്പ് ചേർക്കാതെ ഇതൊന്ന് വഴറ്റിയെടുത്തിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് ആക്കിയെടുക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ 1 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ള, എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ചെറിയ പീസ് ഇഞ്ചിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു 5-6 ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ അത് ഇതിലേക്ക് വേണ്ടിയിട്ട് ചതച്ചെടുത്തതിന് ശേഷം ഇത് ഒന്ന് റെഡി ആയതിന് ശേഷം അതിലേക്ക് ചേർക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം ഇങ്ങനെ വഴന്ന് ആ ഒരു രീതിയിലായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിലാകുമ്പോഴാണ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്.
ഇനി ഇതിലേക്ക് നമുക്കൊരു 3 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പിലയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പില കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടുകയേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ഇതിലിട്ടിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ചെറിയുള്ളി, പച്ചമുളകൊക്കെ ചെറുതെടുത്താൽ മതി കേട്ടോ. അത് നല്ല പെട്ടെന്ന് എരിവ് കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതെടുത്താൽ മതി. അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ റോസ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ പെട്ടെന്ന് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഒരു തക്കാളി എടുക്കാം. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ജ്യൂസാക്കി എടുക്കാം. അതിൻ്റെ ആ ഒരു നെട്ടി ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ജ്യൂസാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതും ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറിയിട്ട് അതിൻ്റെ ആ ഒരു എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു സമയമാവുന്നവരെ ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കാൻ, ഇനി നമുക്ക് ലാസ്റ്റ് ആ ഒരു മസാല പൗഡേഴ്സൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ എരിവ് കൂടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ 3/4 ടീസ്പൂൺ തന്നെ മതി കേട്ടോ. അപ്പോൾ അത് ചേർത്തതിന് ശേഷം അതൊക്കെ ഒന്ന് വന്ന ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കുക. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ച് വെള്ളം ചേർക്കുക. ഇത് അധികം ഗ്രേവി ഇല്ലാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇപ്പോൾ നമ്മൾ ഉപ്പ് ഇതിലേക്ക് തീരെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം അതൊന്ന് തിളച്ച് വരുന്ന ഒരു സമയത്ത് അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു കടല ഇതിലിട്ടിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ, കമ്പൈൻ ആവുന്ന രീതിയിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കടല കൂടെ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റി ആവും. ഇനി നമുക്ക് ഫസ്റ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മസാല പൗഡർ ചേർത്തിട്ടില്ല കേട്ടോ. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് കമ്പൈൻ ആവുന്ന രീതിയിൽ 2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള പൗഡേഴ്സ് ഉണ്ടല്ലോ, മസാല പൗഡർ, വറ്റൽമുളകും കുരുമുളകും ഒക്കെ ചേർത്ത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് എരിവ് കൂടി പോകരുത്. അതിൽ കുരുമുളകും വറ്റൽമുളകും ഉള്ളതുകൊണ്ട് തന്നെ വളരെ കുറച്ച് തന്നെ മതിയാവും. പക്ഷേ ഇതുകൂടെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ സ്മെല്ലും ഒക്കെ ഒന്ന് ചേഞ്ചായി വരിക. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടുക. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കടല കടായിയാണ്, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. പിന്നെ കൂടുതൽ സമയം വെക്കേണ്ട കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അതുപോലെ കടല ഇഷ്ടമില്ലാത്തവർ വരെ ഈ രീതിയിൽ ട്രൈ ചെയ്താൽ, ഇപ്പോൾ മീനോ ഇറച്ചിയൊക്കെ കിട്ടാതിരിക്കുന്ന സമയത്ത്, ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഇപ്പോൾ എല്ലാ ദിവസവും കിട്ടിക്കോളൊന്നുമില്ല. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. ചിക്കനൊന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ ആയാലും അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ആയാലും ഒക്കെ ഇത് ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ വിട്ടുപോയി. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്